കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു മരിച്ച ലീലയുടെ സ്വർണ്ണാഭരണം നഷ്ടമായെന്ന് പരാതി. ലീല ധരിച്ചിരുന്ന സ്വർണ്ണമാലയും കമ്മലും കാണാനില്ല. കുടുംബം കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകി. ഷബീർ ഒമർ ചേരുന്നുണ്ട്. ഷബീർ, വലിയ ദുരന്തം, ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം, അപ്പോഴാണ് മോഷണം നടന്നു എന്നുകൂടി അറിയേണ്ടി വരുന്നത്. എന്താണ് ഉണ്ടായതെന്നാണ് കുടുംബത്തിന്റെ പരാതി? എന്താണ്? ധന്യ, മോഷണം പോയതാണോ അതോ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടതാണോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും ഈ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കുടുംബം കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അതായത് ലീല ധരിച്ചിരുന്നത് വളകളും ഒപ്പം തന്നെ ഒരു സ്വർണ്ണമാലയും കമ്മലുമാണ്. ഈ മൂന്ന് വളകളുണ്ടായിരുന്നു, സ്വർണ്ണ വളകളുണ്ടായിരുന്നു. ഈ വളകൾ കൊയിലാണ്ടി ആശുപത്രി അധികൃതർ തന്നെ ലീലയുടെ കുടുംബത്തെ ഏൽപ്പിച്ചിരുന്നു. അതായത് ഈ പരിക്കേറ്റ ഉടനെ ഇവർ ആദ്യം കൊണ്ടുപോകുന്നത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ്. അവിടേക്ക് കൊണ്ടുപോകുന്നത് ലീലയുടെ ബന്ധുക്കൾ തന്നെയാണ്. മകൻ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളാണ് ലീലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ എത്തിച്ചതിന് ശേഷം മരണം സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെ ലീല ധരിച്ചിരുന്ന വളകൾ കുടുംബത്തെ ഏൽപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ധരിച്ചിരുന്ന മാലയുടെ ചില കഷണങ്ങളും, അതായത് മാല പൊട്ടിപ്പോയിരുന്നു എന്നാണ് നിഗമനം. അതിൻ്റെ ചില കഷണങ്ങളും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. ഏതാണ്ട് 2.5 പവനോളം തൂക്കമുണ്ട് ഈ സ്വർണ്ണ മാല. ഒപ്പം തന്നെയാണ് കമ്മലുകൾ, 2 കമ്മലുകൾ നിന്ന് ഏൽപ്പിച്ചത്. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ ഉണ്ടാവില്ലേ? അതന്നെ, അത് അവിടെ ഈ പറഞ്ഞതുപോലെ പൊട്ടിപ്പോയിരുന്നു. ഒപ്പം തന്നെ ഈ പരിക്കേറ്റതിനിടെ ഒരു ഭാഗത്തെ ചെവിക്ക് പരിക്കേറ്റിരുന്നു. അതിനിടെ ഒരു കമ്മലും നഷ്ടമായി എന്ന് കണക്കാക്കുന്നു. പക്ഷെ അതിനൊന്നും ഉറപ്പില്ല. പക്ഷെ അപ്പോഴും ഒരു കമ്മൽ ബാക്കിയാകണം, അത് കാണണമെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇതെന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഏതാണ്ട് 4 പവനോളം സ്വർണ്ണ ആഭരണങ്ങൾ ഈ നിലയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാലയുടെ കാണാനുള്ള ഭാഗങ്ങൾ, ഒപ്പം തന്നെ കമ്മലുകൾ ഉൾപ്പെടെ 4 പവനോളം സ്വർണം നഷ്ടമായിട്ടുണ്ട്, അല്ലെങ്കിൽ കാണാതായിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ച് തരണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഇക്കാര്യം കഴിഞ്ഞ ദിവസം മന്ത്രി ഈ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. മന്ത്രി വി എൻ വാസവൻ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. മന്ത്രിയുടെ ശ്രദ്ധയിലും ഇക്കാര്യം പെടുത്തിയിരുന്നു. അപ്പം തന്നെ MLA അടക്കം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നതിൽ വ്യക്തതയില്ല. മോഷണം പോയതാണോ അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടതാണോ എന്നതിൽ വ്യക്തതയില്ല തന്നെയാണ്.